രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അല്ലയോ ശുദ്ധാത്മാവായിരിക്കുന്ന രാമ, തികഞ്ഞ പ്രേമഭാവത്തോടു കൂടിയിട്ട് അങ്ങയെ പിന്തുടരുന്ന ഈ ഞാൻ, അങ്ങയോടൊപ്പം അങ്ങയെ പിരിയാതെ പത്നീധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം ജീവിക്കുന്ന ഈ ഞാൻ ആ ഒരു ജീവിതമാകുന്ന തപസ്സുകൊണ്ട് സകല പാപങ്ങളും തീർന്നവളായിട്ട് ശുദ്ധാത്മാവായി ഭവിക്കും. അതിനുള്ളതായ സാഹചര്യം ഒരുക്കുന്നത് ഭർത്താവിന്റെ അനുഗമനമാണ്. ഭർത്താവിനെ പിന്തുടരാൻ കഴിയുക എന്തുകൊണ്ടെന്നാൽ ഭർത്താഹി പരദൈവതം, പരമനായ ഈശ്വരൻ അത് ഭർത്താവാണ്. ഭർത്താവിനേക്കാളും വലിയൊരു ഈശ്വരൻ വേറെ ഇല്ല. ആ ഈശ്വരനെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അനുഗമിക്കാനാവുക എന്നുള്ളതാണ് ഭാഗ്യം. അങ്ങനെ സകല വിപരീത വാസനകളും ദൂരീകൃതമായിട്ട് എന്റെ അന്തരംഗം സ്വച്ഛമായി തീരും. അല്ലയോ രാമ, പ്രത്യഭാവേഹി കല്യാണ സംഗമോ മേ സദാത്വയ. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ശരീരം വെടിഞ്ഞ് മരിച്ചതിന് ശേഷമായാൽ പോലും അല്ലയോ രാമ, എന്റെ ആനന്ദം അവിടെ ആ ലോകത്തിലും അങ്ങയോടൊപ്പം ഒരു നിമിഷം പോലും വേർപിരിയാതെ കഴിയുന്നതിലാണ് എന്നറിഞ്ഞുകൊള്ളുക. എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ജീവിതത്തിന്റെ രഹസ്യം പറഞ്ഞു തന്നിട്ടുള്ളത് തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നുണ്ട്. ആ ശ്രുതി എന്താണ് നമ്മെ ബോധിപ്പിക്കുന്നത്? ഇഹ ലോകേച്ച പിതൃഭിർയ സ്ത്രീയസ്യ മഹാബല അദ്ഭർദത്ത സ്വധർമ്മേണ പ്രത്യഭാവേഭി തസ്യ സ. അല്ലയോ രാമ, ഈ ഭൂമിയില് ഒരു കന്യകയുടെ പിതാവ് വിധിപ്രകാരം ആ കന്യകയെ ഏതൊരു ഭർത്താവിന്റെ കയ്യിലാണോ ഏൽപ്പിക്കുന്നത്, ആ ഭർത്താവ് ഈ ജീവിതത്തിൽ മാത്രമല്ല മരിച്ചതിന് ശേഷവും ഭർത്താവ് തന്നെ ആയിരിക്കും, ഒരിക്കലും പിരിയില്ല എന്ന ജീവിതത്തിന്റെ തത്വരഹസ്യങ്ങൾ നന്നായി അറിഞ്ഞിട്ടുള്ള മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ വാക്കുകൾ നമുക്ക് ശ്രുതിയായി ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അല്ലയോ രാമ, ഞാന് അങ്ങയെ പിരിഞ്ഞ് ഈ കൊട്ടാരത്തിൽ വസിക്കുക എന്നുള്ളതില്ല. അങ്ങയോടൊപ്പം ഞാൻ കാനനത്തിലേക്ക് വരുന്നു. അല്ലയോ രാമ, അങ്ങ് എന്നെ ഇവിടെ കാനനത്തിലേക്ക് അങ്ങ് പോകുമ്പോൾ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങ് എന്നെ കൊണ്ടുപോകാതെ കാനനത്തിലേക്ക് പോകാനാണ് ഭാവിക്കുന്നതെങ്കിൽ പിന്നെ ഈ സീത ജീവിച്ചിരിക്കില്ല എന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളണം. സീത രാമനോട് പറഞ്ഞു. തുടർന്ന് 30-ാമത് സർഗത്തിലും സുദീർഘമായിട്ട് സീത തന്റെ ദുഃഖം, രാമനെ പിരിഞ്ഞാലുള്ള ദുഃഖം രാമനെ ചൊല്ലി കേൾപ്പിക്കുകയാണ്. അതിൽ നിന്നിട്ട് ഒരൊറ്റ ശ്ലോകം മാത്രമേ ഇപ്പൊ കേൾപ്പിക്കുന്നുള്ളൂ. ദ്വിമത്സേന സുതം വീരം സത്യവന്തമനുവ്രതാം സാവിത്രീം ഇവമാം വിദ്ധി ത്വം ആത്മവശവർത്തിനീം. അല്ലയോ രാമ, എന്നെ സാവിത്രിയാണ് എന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളണം. അല്ലയോ രാമ, സീതരാമനോട് പറയണം, ഞാൻ സത്യവാനെ കാനനത്തിലേക്ക് പിന്തുടരുന്ന സാവിത്രിയെ പോലെയാണ്. സത്യവാന്റെയും സാവിത്രിയുടെയും കഥ നമുക്ക് എല്ലാവർക്കും അറിയും. മഹാഭാരതത്തിൽ ആ കഥയുണ്ട്. ഗീതാഭാരതത്തിന്റെ ചർച്ചാവേളയില് ഒരവസരത്തില്
സത്യവാന്റെയും സാവിത്രിയുടെയും കഥ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അത് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകും. യൂട്യൂബിലെ സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ ചാനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേരിട്ട് കേൾക്കാൻ കഴിയും. മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന സുവിസ്തൃതമായിരിക്കുന്ന ആ കഥ, സാവിത്രിയുടെയും സത്യവാന്റെയും കഥ. സത്യവാന് മരണം സംഭവിക്കുന്നത് എന്നാണ് എന്ന് സാവിത്രി അറിഞ്ഞിരിക്കുന്നു. അത് അങ്ങേയറ്റം മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആ ദിവസം കൃത്യമായിട്ട് സത്യവാൻ കാനനത്തിൽ വിറക് ശേഖരിക്കാൻ പോകുമ്പോൾ സാവിത്രി കൂടെ പോകുന്നു. കാരണം സത്യവാനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റൂല. സത്യവാന്റെ അന്ന് മരണം സംഭവിക്കുമെന്നുള്ളത് സാവിത്രിക്ക് മാത്രമേ അറിയുള്ളൂ. സാവിത്രി കൂടെ പോയി. കൃത്യസമയത്ത് സത്യവാന്റെ ആത്മാവിനെ അപഹരിച്ചുകൊണ്ട് യമപുരിയിലേക്ക് പോകാനായിട്ട് കാലൻ തന്നെ വരുന്നു. പക്ഷേ ആ കാലന്റെ കയ്യിൽ നിന്ന് സത്യവാന്റെ ജീവനെ സാവിത്രി തിരിച്ചു വാങ്ങി. എന്നിട്ട് ആ യമധർമ്മന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് പൂർണ്ണ ആരോഗ്യവനായ സത്യവാനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ വീടിന് വേണ്ടുന്നതായ എല്ലാ ഐശ്വര്യങ്ങളും സാവിത്രി അതോടൊപ്പം യമധർമ്മനിൽ നിന്നിട്ട് നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം സാവിത്രിയുടെ ആ തപോബലം കൊണ്ടാണ്. അത് സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിനകത്ത് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വിസ്തരിച്ച് തന്നെ കേൾക്കാനായി സാധിക്കും. അല്ലയോ രാമ, ഞാൻ സാവിത്രിയെ പോലെയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായിട്ട് തന്റെ ദുഃഖങ്ങളെല്ലാം രാമന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് സീത കരയാണ്. തസ്യാഹ സ്ഫടിക സങ്കാശം വാരി സന്താപസംഭവം നേത്രാഭ്യാം പരിസുസ്രാവ പങ്കജാഭ്യാം ഇവോദകം. ആ സീതാദേവിയുടെ കണ്ണുകളിൽ നിന്നിട്ട് കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കാണ്. പളുങ്കുമണി പോലെയുള്ള കണ്ണുനീർ തുള്ളികൾ. സ്ഫാടിക സങ്കാശം, പളുങ്കുമണി പോലെ അങ്ങേറ്റം സ്വച്ഛമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കണ്ണുനീർ തുള്ളികള് സീതാദേവിയുടെ രണ്ട് കണ്ണുകളിൽ നിന്നിട്ടും ആ ദുഃഖത്താൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രവഹിക്കുന്നു. ഏതുപോലെയാണോ താമരപ്പൂവിന്റെ ഇതളുകളിൽ നിന്നിട്ട് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുക, അതിൻ്റെ ആ ഇലയുടെ പുറത്ത് വീണ് കിടക്കുന്നതായ വെള്ളം അതിലങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും ആ ഇലയിൽ നിന്നിട്ട് ദൂരേക്ക് തെറിക്കുകയും ഒക്കെ ചെയ്യുക. കാറ്റടിക്കുമ്പോഴാണ് ഈ ചലനം സംഭവിക്കുന്നത്. അതേ പ്രകാരത്തിൽ മനോഹരമായ ആ കണ്ണുകളിൽ നിന്നിട്ട് കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കാൻ തുടങ്ങി. സീതാദേവിയുടെ മുഖം ആ വേദന കൊണ്ട് ആകെ വാടിപ്പോയി. ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ ജലോദ്ധൃതം ഇവാംബുജം. തടാകത്തിലെ വെള്ളത്തിൽ നിന്നിട്ട് മനോഹരമായ താമരപ്പൂവിനെ പിഴുതെടുത്തു കഴിഞ്ഞാൽ എന്തായിത്തീരും ആ താമരപ്പൂവിന്റെ അവസ്ഥ? ആ താമരപ്പൂവ് വാടിപ്പോകും. അതേ പ്രകാരത്തിൽ സീതാദേവിയുടെ മുഖവും ആ ദുഃഖത്താൽ ആകെ വാടിപ്പോയി. സീത തളർന്നുപോയി. ഈ അവസരത്തില് സീതയുടെ ആ നിശ്ചയദാർഢ്യവും സ്നേഹവും എല്ലാം കണ്ട് രാമൻ സന്തോഷത്തോടു കൂടിയിട്ട് സീതയെ സമാധാനിപ്പിക്കുകയാണ്. എങ്ങനെ? താം പരിഷ്വജ്യ ബാഹുഭ്യാം വിസജ്ഞാമിവ ദുഃഖിതാം. ആ സീതാദേവിയെ തന്റെ രണ്ട് കരങ്ങൾ കൊണ്ട് ആലിംഗനം ചെയ്തിട്ട് സീത നിലത്തേക്ക് വീഴും എന്നുള്ള അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുന്നു. തളർന്നിട്ട് വീഴാതെ തന്റെ രണ്ട് കരങ്ങൾ കൊണ്ട് ഗ്രഹിച്ച് അങ്ങനെ ഏതാണ്ട് ബോധം നഷ്ടപ്പെട്ടതിന് തുല്യമായ അവസ്ഥയിലാണ് സീത, ദുഃഖത്തിന്റെ ആധിക്യത്താൽ. അങ്ങനെയുള്ള ആ സീതയെ സമാധാനിപ്പിച്ചുകൊണ്ട്
ഉവാച വചനം രാമ. ശ്രീരാമൻ സീതയോട് മധുരമധുരമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ന ദേവി ബതദുഃഖേന സ്വർഗമപ്യഭിരോചയേ. അല്ലയോ ദേവി, സീതേ, ദേവിക്ക് ദുഃഖം ഉളവാക്കിക്കൊണ്ട് സ്വർഗം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിൽ ഒന്നും എനിക്ക് വേണ്ട. ദേവിക്ക് ദുഃഖമുണ്ടാകുമെന്നുണ്ടെങ്കിൽ